നമുക്ക് അഭിമാനമായ സംഗീത ലോകത്തെ ഇതിഹാസമായിരുന്നു എം.എസ്.വി. എന്നറിയപ്പെട്ട എം.എസ്. വിശ്വനാഥൻ. ഇന്ന് എം.എസ്.വിയുടെ 10ാം ചരമവാർഷിക ദിനമാണ്. കെ. ബാലചന്ദ്രൻ്റെ തമിഴ് ചിത്രം അവളുടെ ഒരു തുടർക്കഥയ്ക്ക് എം.എസ്.വി. ഈണം പകർന്ന ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിൽ നിന്ന് ഒരു ചെറിയ ഏട് ചീന്തിയെടുത്ത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം എല്ലാ സഹായികളും ഓർക്കസ്ട്രയിലെ മറ്റ് കലാകാരന്മാരും ഒക്കെ ആയിട്ട് ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കുകയാണ്. ഒരു പാട്ടിൻ്റെ ഈണമൊക്കെ അദ്ദേഹത്തിൻ്റെ മാസ്മരികതയിൽ പൂർത്തിയാക്കി എല്ലാവരും അങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. വളരെ ഗംഭീരമായിട്ട് പാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കും എം.എസ്.വിക്കും ഒക്കെ വളരെ സന്തോഷം, ആഹ്ലാദം, ഉന്മാദം, അങ്ങനെ ആഹ്ലാദ അതിരേകത്തിൽ നിൽക്കുമ്പോഴാണ് ഓർക്കസ്ട്രയിലെ ഒരു ചെറിയ കലാകാരൻ, അങ്ങനെയൊന്നും ആരും അറിയാത്തൊരു കലാകാരൻ എഴുന്നേറ്റ് എം.എസ്.വിയോട് ഒരു കാര്യം പറഞ്ഞത്. സാറേ, ഈ ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നാകാൻ സാധ്യതയുണ്ട്. കേട്ടു നിന്നവരെല്ലാം ഞെട്ടി. പറയുന്നത് എം.എസ്.വിയോടാണ്. ഇത്രയും ഒരു ഇതിഹാസതുല്യമായ സംഗീത സാധനയുള്ള ഒരു കലാകാരനോട് ഇങ്ങനെ അറിയപ്പെടാത്ത ഒരുവൻ കയറി എന്തെങ്കിലും പറഞ്ഞാൽ എന്താവും ഉണ്ടാകുക, ഗെറ്റ് ഔട്ട് എന്ന് എം.എസ്.വി. പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഭയന്ന് ആളുകളിരിക്കുക. അതും ഇത്രയും നല്ലൊരു ഈണം അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എം.എസ്.വിയുടെ ഒരു സാധാരണ ഓർക്കസ്ട്രക്കാരൻ ഒന്ന് തിരുത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു. എം.എസ്.വിക്ക് കലി കയറും എന്ന് എല്ലാവരും കരുതി പൊട്ടിത്തെറിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതാ വരുന്നു എം.എസ്.വിയുടെ പുഞ്ചിരി. അദ്ദേഹം ഈ കലാകാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ നിങ്ങളുടെ നിർദ്ദേശം, എന്നതാ സൊല്ലിങ്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കലാകാരന് വളരെ ആത്മവിശ്വാസമായി. ആ കലാകാരൻ താൻ നിർദ്ദേശിച്ച മാറ്റം അദ്ദേഹത്തെ പാടി കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ എം.എസ്.വിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഗംഭീരം ഗംഭീരം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ഇത് ആലോചിച്ചില്ല എന്നായിരുന്നു എം.എസ്.വിയുടെ ചിന്ത. ആ കലാകാരനെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിച്ചു. ഉടൻ തന്നെ ആ മാറ്റം അദ്ദേഹം പാട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കടവുൾ അമൈത്ത് വെച്ച മേടൈ, ആ പ്രശസ്തമായ ആ പാട്ട് കേട്ടില്ലേ? ആ സൂപ്പർ ഹിറ്റായിട്ടുള്ള ആ പാട്ടുകളിലാണ് ഈ ചെറിയൊരു കലാകാരൻ, വലിയ ഇതിഹാസമായ കലാകാരൻ എം.എസ്.വിയോട് മാറ്റം നിർദ്ദേശിച്ചത്. വലിയ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ എത്ര ചെറിയ മനുഷ്യർ പറഞ്ഞാലും, എത്ര സാധാരണക്കാരൻ പറഞ്ഞാലും അതിനകത്ത് മെറിറ്റ് ഉണ്ടെങ്കിൽ, കാമ്പുണ്ടെങ്കിൽ, കഴമ്പുണ്ടെങ്കിൽ നമ്മൾ വിനയം കൈവിടാതെ അത് ഉൾക്കൊള്ളണം എന്നാണ് എം.എസ്.വി. നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ നമുക്ക് കഴിയണം മെറിറ്റ് ഉണ്ടെങ്കിൽ. നല്ല നിർദ്ദേശങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം മെറിറ്റ് ഉണ്ടെങ്കിൽ. അറിവ് ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ലഭിക്കാം.